ധന്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ ജാൽഫ്രേസി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ചൈനീസ് ഒരു ഫ്യൂഷൻ ഡിഷാണ്. അതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ തന്നെയാണ്. 200 ഗ്രാം പനീർ ഇങ്ങനെ വലിയ പീസായിട്ടുള്ളത്, അത് ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. മറ്റേ ക്യൂബ്സ് ആയിട്ടുള്ള പനീറാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം, ഇതും നീളത്തിലാണ് അരിയേണ്ടത്. പിന്നെ തക്കാളി, പിന്നെ വേണ്ടത് ഒരു സവാള, കുറച്ച് ഇഞ്ചി, ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. പിന്നെ ഒരു 2 പച്ചമുളക്. ഇപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ചൊരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുവാണ്. ജീരകം വേണമെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ വരെ ഇടാം, പക്ഷേ ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഒരു 3-4 വറ്റൽ മുളക് മിക്സിക്കകത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഈ ഡിഷിനകത്ത് നമ്മൾ ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. ജൂലിയൻ കട്ട്സ് എന്ന് പറയും, അങ്ങനെ കട്ട് ചെയ്താണ് നമ്മളിത് എടുക്കുന്നത്. പിന്നെ ഈ ഉള്ളി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഹൈ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള പച്ചക്കറികൾ കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. വേണമെങ്കിൽ ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാപ്സിക്കം വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുള്ളായിട്ട് ഇത് കിട്ടും. ഇപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യമേ. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. എരി അനുസരിച്ച് വേണം ഈ മുളക് പൊടി ചേർക്കാൻ, കാരണം നമ്മൾ ആദ്യമേ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് സ്പൈസിയാണിത്, എന്നാലും ആ ഒരു സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഇതിലോട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസുമാണ്. ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് ചില്ലി സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഞാൻ ഫ്ലെയിം ഹൈയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കണം. പനീർ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. പക്ഷേ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ഈ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് എടുക്കത്തതേ ഉള്ളൂ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തി, പിന്നെ 1 ടീസ്പൂണോളം വിനീഗർ ചേർത്തിട്ടുണ്ട്. ചെറിയൊരു പുളി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. വിനീഗർ ഇല്ലെങ്കിൽ ഒരു ലൈം ജ്യൂസിൻ്റെ നാരങ്ങ നീര് 1 ടീസ്പൂൺ ചേർത്താലും മതി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അത് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ പനീർ ജാൽഫ്രേസി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.